മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞായറാഴ്ച ദിവസം മംഗളങ്ങൾ പ്രാർത്ഥനകൾ കേട്ടോ. അഭിഷേകാന്തി കൂടണം. പിന്നെ നമുക്കിന്ന് വൈദ്യര ധ്യാനമാണ് കേട്ടോ. ടോക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ വൈദ്യര ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വൈദ്യര ധ്യാനത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ നന്മ പറഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ. പിന്നെ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലാൻ പറ്റിയ നല്ലതാണ്. പിന്നെ കുർബാന കാണുമ്പോൾ നിങ്ങൾ കാഴ്ചവെക്കണം. കൊന്ത ചെല്ലുമ്പോൾ ഓർക്കണം കേട്ടോ. വൈദ്യര ധ്യാനം നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ധ്യാനമാണ് കേട്ടോ. നമ്മുടെ ധ്യാനം ഈശോയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഈശോയുടെ ഉപകരണങ്ങൾ. നമുക്കൊരു നന്മറം ചൊല്ലി വൈദ്യര ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ചാൽ മാത്രമേ നിങ്ങൾ വരുവുള്ളെങ്കിൽ അച്ഛൻ കൂട്ടുകെട്ടുകയാണ് കേട്ടോ. നന്മറം ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്ന നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് നിയമാവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 29 വേഴ്സ് 5. കർത്താവിന്റെ അന്മ വെളിപ്പെടുത്തും. തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ദൈവം നയിച്ചാൽ ഇതുണ്ടാവില്ല എന്നാണ്. ദൈവം നയിച്ചാൽ ഇതുണ്ടാവില്ല. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷക്കാലവും നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല. എന്തൊരു കർത്താവിൻ്റെ ഒരു വെളിപ്പെടുത്തം നോക്കിയ എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ നോക്കാം, ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെട്ട് പോയി കാനാൻ ദേശത്തോടെ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെരുപ്പ് 40 വർഷം. നിങ്ങളൊന്ന് ഭാവന കാണ്. വസ്ത്രത്തെക്കുറിച്ചൊന്ന് ഭാവന കാണ്. നിങ്ങൾ ചിന്തിച്ചു പോയി എൻ്റെ സഹോദരങ്ങളല്ലേ. നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വസ്ത്രം കീറിയില്ല എന്നുള്ളതോ ചെരുപ്പ് അങ്ങനെ ഇരുന്നു എന്നുള്ളതോ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദൈവം നമ്മളെ നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരികയില്ല. ദൈവത്തിൻ്റെ ഒരു കരുതൽ അവിടെയുണ്ട്. എല്ലാ കാര്യത്തിനും ദൈവത്തിൻ്റെ താങ്ങ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ നയിക്കുന്ന നമ്മുടെ തന്നെ ബുദ്ധിയാണെന്ന് നമ്മൾ ഓർക്കണം. അതോ മനുഷ്യരുടെ ഉപദേശമാണ് നയിക്കുന്നത്, അതോ ദൈവമാണ്, ദൈവാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം സഹോദരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ നയിക്കൽ വന്നാൽ ഇവിടെ ഒരു കരുതലുണ്ടാവും. അല്ലാതെ മറ്റു തരത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മരുഭൂമിയിൽ അവർക്ക് സകല സഹനങ്ങളും ഞെരുക്കങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെവിടെയാ സഹനം എന്ന് പോലും പറയാൻ പറ്റും. കയ്യിലിപ്പിൻ്റെ ദോഷം കൊണ്ട് വന്നതാണ് ഇസ്രായേൽ ജനത്തിന് കേട്ടോ. പക്ഷെ അവർ ആ ദൈവത്തിൻ്റെ വചനം കൽപ്പന പോകുന്നിടത്ത് എല്ലായിടത്തും ഒരു കരുതലുണ്ടല്ലോ എൻ്റെ സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് വരുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കലല്ലേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഞാൻ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നല്ല വചനമല്ലേ അല്ലേ. എത്രയോ അത്ഭുതകരമായ വചനങ്ങൾ. അതൊക്കെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് നൽകേണ്ട വചനങ്ങളാണ്. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ചാൽ നമുക്ക് നാളെ കാണാം. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഈശോയെ നന്ദി സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്ന മഹത്വപ്പെടുത്തുന്ന ആരാധന 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 ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. കർത്താവായ വൈദ്യര ധ്യാനത്തിന് വേണ്ടി കർത്താവെ ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവ് ഇവരെ ഹൃദയങ്ങളെ ഓർമ്മിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ മരുമക്കളെ ആശീർവദിക്കുന്നു, ഇളം തലമുറകളെ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവരുടെ എല്ലാ പ്രത്യേക നിയമങ്ങളും അവിടുന്ന് ഇപ്പോൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ജീവിതത്തിൽ കർത്താവ് ദൈവത്തിൻ്റെ നയിക്കലിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരട്ടെ. അങ്ങനെ അല്ലാത്ത കുടുംബങ്ങൾ ആ ഒരു നയിക്കലിലേക്ക് വരെ ഇടവരട്ടെ. കർത്താവെ, ദൈവത്തിൻ്റെ നയിക്കലാണോ അല്ലയോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനൊരു കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ ശല്യം ചെയ്യുന്ന ഏതെങ്കിലും പൈശാചിക സ്വാധീനങ്ങളുണ്ടെങ്കിൽ അവ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.